ഹലോ വെൽക്കം ബാക്ക് ടു റിയൽ റിവ്യൂസ് വിത്ത് ഹിത കിരൺ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇന്ന് ഞങ്ങൾ വയനാട്ടിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായ ഇടയ്ക്കൽ ഗുഹയിലേക്കുള്ള യാത്രയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. രാവിലെ തന്നെ ഞങ്ങൾ ഇടയ്ക്കൽ ഗുഹയിലേക്ക് തിരിച്ചു. ഒരു ചെറിയ ടിപ്പ് ആദ്യം തന്നെ പറയാം. ഇടയ്ക്കൽ ഗുഹ സന്ദർശിക്കാൻ പോകുന്നവർ നിർബന്ധമായും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാൻ ശ്രമിക്കുക. കാരണം മുകളിലേക്ക് എത്താൻ കുറച്ചധികം നടക്കുകയും പടികൾ കയറുകയും വേണം. അതുപോലെ ആവശ്യത്തിന് വെള്ളവും കയ്യിൽ കരുതണം. അവിടെ എത്തിക്കഴിഞ്ഞ് ടിക്കറ്റ് കൗണ്ടറിന് സമീപം വെള്ളക്കുപ്പിക്ക് ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് തരാറുണ്ട്. ഞങ്ങൾ പോയ സമയത്ത് അതിന് ചെറിയൊരു ഡെപ്പോസിറ്റ് നൽകിയിരുന്നു. തിരിച്ചു വരുമ്പോൾ കുപ്പി കാണിച്ചാൽ ആ തുക തിരികെ ലഭിക്കും. അതുകൊണ്ട് വെള്ളം മുൻകൂട്ടി വാങ്ങി കയ്യിൽ കരുതുന്നത് നല്ലതാണ്. മറ്റൊരു പ്രധാന കാര്യം, കഴിയുന്നത്ര കംഫർട്ടബിൾ ഡ്രസ്സും ഷൂസും ധരിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ട്രെക്കിംഗ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഷൂസ് ആണെങ്കിൽ കൂടുതൽ നല്ലത്. ആർക്കെങ്കിലും ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പതുക്കെ കയറാനായിട്ട് ശ്രമിക്കണം. ഇടയ്ക്ക് വിശ്രമിച്ച് വെള്ളം കുടിച്ച് ശ്വാസം നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. വേഗം കയറാൻ ശ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു പ്രധാന കാര്യം കൂടി പറയാനുണ്ട്. ഞങ്ങൾ പോയ സമയത്ത് ടിക്കറ്റ് എടുക്കുന്നതിനുള്ള ഓൺലൈൻ പേയ്മെന്റ് സംവിധാനം ലഭ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് കൗണ്ടറിൽ ക്യാഷ് ഉപയോഗിച്ചിട്ടാണ് പണം അടയ്ക്കേണ്ടി വന്നത്. അതിനാൽ ഇടയ്ക്കൽ ഗുഹ സന്ദർശിക്കാൻ വരുന്നവർ കുറച്ച് ക്യാഷ് കയ്യിൽ കരുതുന്നത് നല്ലതാണ്. എല്ലാ സമയത്തും ഓൺലൈൻ പേയ്മെന്റ് സൗകര്യം ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് മുൻകരുതലായിട്ട് കുറച്ച് പണം കൈവശം വെക്കുന്നത് യാത്ര കൂടുതൽ സൗകര്യപ്രദമാക്കും. ഇടയ്ക്കൽ ഗുഹ സാധാരണയായി രാവിലെ 8:30 തുറക്കുകയും വൈകുന്നേരം 4 മണിയോടെ പ്രവേശനം അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് കഴിയുന്നത്ര രാവിലെ തന്നെ എത്താൻ ശ്രമിക്കുക. കാരണം ഉച്ചയാകുമ്പോൾ ചൂട് കൂടുകയും കയറ്റം കൂടുതൽ ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നുകയും ചെയ്യും. രാവിലത്തെ തണുത്ത കാലാവസ്ഥയിൽ കയറുന്നത് കൂടുതൽ സുഖകരമായിട്ടുള്ള അനുഭവമാണ്. വഴിയിലുടനീളം നിരവധി ചെറിയ കടകളും കച്ചവടക്കാരെയും ഒക്കെ കാണാം. കരകൗശല വസ്തുക്കൾ, സ്നാക്കുകൾ, വിവിധ ഉൽപ്പന്നങ്ങൾ എല്ലാം ഇവിടെ ലഭ്യമാണ്. പക്ഷേ ഒരു ചെറിയ നിർദ്ദേശം, മുകളിലേക്ക് കയറുന്നതിന് മുൻപ് അധികം സാധനങ്ങൾ വാങ്ങി കയ്യിൽ വയ്ക്കാതിരിക്കുക. ആദ്യം ഗുഹ സന്ദർശിക്കുക, തിരിച്ചു വരുന്ന സമയത്ത് ഷോപ്പുകളിൽ കയറാനായിട്ട് ശ്രമിക്കണം. അല്ലെങ്കിൽ വാങ്ങിയ സാധനങ്ങളുടെ ഭാരം മുഴുവൻ കയറ്റത്തിനിടയിൽ വഹിക്കേണ്ടതായിട്ട് വരും. ചെറിയ കുട്ടികളെയൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ അവരെ എടുത്തിട്ട് വേണം കയറ്റാൻ. അല്ലാന്നുണ്ടെങ്കിൽ കയറുന്ന സമയത്ത് പല ബുദ്ധിമുട്ടുകൾ വരാനായിട്ട് സാധ്യതയുണ്ട്. മുതിർന്നവരും കയറുമ്പോൾ പരമാവധി ശ്രദ്ധിക്കണം കേട്ടോ. ഇടയ്ക്കൽ ഗുഹയിലേക്ക് എത്താൻ ഏകദേശം 300-ലധികം പടികൾ കയറേണ്ടതായിട്ട് വരും. ചില ഭാഗങ്ങൾ പടികളിലൂടെയും ചില ഭാഗങ്ങൾ കയറ്റമുള്ള വഴികളിലൂടെയും ഒക്കെ പോകേണ്ടി വരും. മുതിർന്നവർ വരുന്ന സമയത്ത് ഇതുപോലെ സൈഡിലുള്ള ഹാൻഡ് റെയിലിൽ പിടിച്ച് കയറുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നും. മുകളിലോട്ട് പടികൾ കയറുമ്പോൾ തന്നെ നിൽക്കാനായിട്ട് കുറച്ച് സ്പേസുകളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് മനോഹരമായിട്ടുള്ള വീഡിയോകളൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. ഞങ്ങൾ കയറുന്ന വഴികളിലൂടെ തന്നെ ചിലർ താഴേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിലും ഒരു പ്രത്യേക ഭാഗം കഴിഞ്ഞാൽ കയറുന്നവർക്കും ഇറങ്ങുന്നവർക്കും പ്രത്യേകം വഴികൾ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തിരക്കുണ്ടായാലും യാത്ര സുഖകരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ സാധിക്കും. അങ്ങനെ പതുക്കെ പതുക്കെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കൽ ഗുഹയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒടുവിൽ ഞങ്ങൾ ഇടയ്ക്കൽ ഗുഹയുടെ പ്രവേശന ഭാഗത്ത് എത്തിച്ചേർന്നു. ഇത്രയധികം കയറ്റത്തിലൂടെയും പടികളൊക്കെ കയറി വന്നതിന്റെ ക്ഷീണം മൊത്തം നമ്മൾ ആ ഒരു ഗുഹയുടെ ഉള്ളിലോട്ട് എത്തുമ്പോൾ മാറിക്കിട്ടും കേട്ടോ. കാരണം അതിനുള്ളിലുള്ള ചരിത്രം നമ്മൾ അറിയുമ്പോൾ എത്ര സന്തോഷമാണ് വരുന്നതെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ല. അത് അനുഭവിക്കുക തന്നെ വേണം. ആദ്യം പേര് കേൾക്കുമ്പോൾ പലർക്കും ഒരു സാധാരണ ഗുഹയാണിതെന്ന് തോന്നാം. പക്ഷേ ഇടയ്ക്കൽ ഗുഹയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുരാവസ്തു കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഇടയ്ക്കൽ ഗുഹയെ ലോക പ്രശസ്തമാക്കിയത് ഇവിടെ കണ്ടെത്തിയ ശിലാലിഖിതങ്ങളും പാറകളിൽ കൊത്തിവെച്ച ചിത്രങ്ങളുമാണ്. ഇടയ്ക്കൽ എന്ന പേരിന്റെ അർത്ഥം തന്നെ ഇടയിൽ കുടുങ്ങിക്കിടക്കുന്ന കല്ല് എന്നാണ്. രണ്ട് വലിയ പാറകൾക്കിടയിൽ മറ്റൊരു ഭീമൻ പാറ കുടുങ്ങിക്കിടക്കുന്നത് പോലുള്ള ഒരു രൂപമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതിൽ നിന്നാണ് ഈ സ്ഥലത്തിന് ഇടയ്ക്കൽ എന്ന പേര് ലഭിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ എത്തുമ്പോൾ ആദ്യം തന്നെ നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് ഈ പാറകളുടെ വലിപ്പമാണ്. പ്രകൃതിയുടെ ശക്തി എത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ ഈ കാഴ്ച മാത്രം മതി ട്ടോ. 1890-കളിൽ ബ്രിട്ടീഷ് പോലീസ് ഓഫീസറായ ഫ്രെഡ് ഫോസറ്റ് ഈ സ്ഥലം കൂടുതൽ ശ്രദ്ധയിൽ കൊണ്ടുവന്നതായാണ് പറയപ്പെടുന്നത്. പിന്നീട് നടത്തിയ പഠനങ്ങളിൽ ഇവിടെ കണ്ടെത്തിയ നിരവധി ചിഹ്നങ്ങളും ചിത്രങ്ങളും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ള മനുഷ്യരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടവയാണെന്ന് കണ്ടെത്തി. ഇവിടെ പാറകളിൽ കൊത്തിവെച്ചിരിക്കുന്ന രൂപങ്ങൾ നോക്കിയാൽ മനുഷ്യരുടെ രൂപങ്ങളും മൃഗങ്ങളുടെയും വിവിധ ചിഹ്നങ്ങളുടെയും ചിത്രങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇന്നത്തെ ഭാഷകൾ രൂപപ്പെടുന്നതിന് മുൻപ് മനുഷ്യർ ആശയവിനിമയത്തിനായി ഉപയോഗിച്ചിരിക്കുന്ന അടയാളങ്ങളായിരിക്കാം ഇവ എന്ന് ഗവേഷകർ കരുതുന്നു. ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ഇവിടെ കാണുന്ന ചില ശിലാചിത്രങ്ങൾക്ക് ഏകദേശം 6000 വർഷമോ അതിൽ കൂടുതലോ പഴക്കമുണ്ടാകാമെന്നാണ് കരുതപ്പെടുന്നത്. നമ്മൾ ഇന്ന് മൊബൈൽ ഫോണുകളും സോഷ്യൽ മീഡിയയും ഉപയോഗിച്ച് ആശയങ്ങൾ പങ്കുവെക്കുമ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന മനുഷ്യർ അവരുടെ ജീവിതത്തിന്റെ അടയാളങ്ങൾ ഈ പാറകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അത്ഭുതം തോന്നും.
ഈ ഗുഹയുടെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭവമാണ് ലഭിക്കുന്നത്. ചരിത്ര പുസ്തകങ്ങളിൽ മാത്രം വായിച്ചിട്ടുള്ള ഒരു കാലഘട്ടത്തിന്റെ അടയാളങ്ങൾ നേരിട്ട് കാണാൻ കഴിയുന്നു എന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ്. ഈ ഗുഹയുടെ ഉള്ളിലൂടെ തന്നെ കുറച്ചു മുന്നോട്ട് പോയാൽ ചില ഭാഗങ്ങൾ ഇന്ന് സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ എത്തിയ സമയത്തും ഗുഹയുടെ മുകളിലുള്ള ഒരു ഭാഗത്തേക്ക് പ്രവേശനം അനുവദിച്ചിരുന്നില്ല. സുരക്ഷാ കാരണങ്ങളാലും അപകട സാധ്യതകൾ ഒഴിവാക്കാനുമായിട്ട് ആ ഭാഗം ഗ്രിൽ ഉപയോഗിച്ച് അടച്ചിരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ആ ഭാഗം നമുക്ക് ദൂരെ നിന്ന് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. സത്യത്തിൽ നോക്കിയാൽ അത് നല്ലൊരു തീരുമാനമാണ്. കാരണം ഇവിടെ ചില ഭാഗങ്ങളിൽ പാറകൾ വളരെ ഉയരത്തിലും അപകട സാധ്യതയുള്ള രീതിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നിരുന്നാലും ഇപ്പോൾ സന്ദർശകർക്കായിട്ട് തുറന്നിട്ടുള്ള ഭാഗങ്ങൾ മാത്രം കണ്ടാലും ഈ സ്ഥലത്തിന്റെ മഹത്വം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഇവിടെ നടക്കുന്നതിനിടയിൽ ഞാൻ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിച്ചു കേട്ടോ. ചില സ്ഥലങ്ങളിൽ ഇംഗ്ലീഷ് അക്ഷരങ്ങളും ചില പേരുകളും കല്ലുകളിൽ എഴുതിയതുപോലെ തോന്നി. അത് ഔദ്യോഗികമായിട്ട് കൊത്തിവെച്ച രേഖകളാണോ അതോ പിന്നീട് സന്ദർശനത്തിന് വന്ന ആരെങ്കിലും എഴുതി വെച്ചതാണോ എന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷെ കണ്ടപ്പോൾ തോന്നിയത് സന്ദർശകർ എഴുതി വെച്ചതാകാമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ചെറിയൊരു അഭ്യർത്ഥനയുണ്ട്. ഇത്തരത്തിലുള്ള ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ പേരുകളോ മറ്റ് അടയാളങ്ങളോ എഴുതി വെക്കാതിരിക്കാൻ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഈ ചരിത്ര സ്മാരകങ്ങൾ നമ്മുടെ മാത്രം സ്വത്തല്ല, വരും തലമുറകൾക്കും കാണാനും പഠിക്കാനുമുള്ള അമൂല്യമായിട്ടുള്ള പൈതൃകമാണ്. അതിനാൽ ഇത്തരം സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ കാഴ്ചകൾ ആസ്വദിക്കുകയും ചിത്രങ്ങൾ എടുക്കുകയും ഓർമ്മയിൽ സൂക്ഷിക്കുകയും ചെയ്യാം. പക്ഷേ അവയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചരിത്രത്തെ സംരക്ഷിക്കുക എന്നത് അധികൃതരുടെ മാത്രം ഉത്തരവാദിത്തമല്ല, ഇവിടെ എത്തുന്ന ഓരോ സന്ദർശകന്റെയും ഉത്തരവാദിത്തം കൂടിയാണ് എന്നൊരു പൂർണ്ണ ബോധ്യം നമുക്കും ഉണ്ടായിരിക്കണം. ഇന്ന് നമ്മൾ കുറച്ചു മണിക്കൂറുകൾ ചെലവഴിച്ച് കാണുന്ന ഈ സ്ഥലം ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് മനുഷ്യ ചരിത്രത്തിന്റെ ഭാഗമായിരുന്നു എന്നത് തന്നെ ഇടയ്ക്കൽ ഗുഹയെ കൂടുതൽ പ്രത്യേകതയുള്ളതാക്കുന്നു. കുറച്ചധികം സമയം ഞങ്ങൾ അവിടെ ചിലവഴിച്ചു. ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകളും ചരിത്രത്തിന്റെ അടയാളങ്ങളൊക്കെ ആസ്വദിച്ച ശേഷം ഞങ്ങൾ തിരികെ താഴേക്ക് ഇറങ്ങുവാനായിട്ട് തയ്യാറെടുക്കുകയാണ്. അങ്ങനെ ഇടയ്ക്കൽ ഗുഹയിലെ കാഴ്ചകളും ചരിത്ര വിശേഷങ്ങളൊക്കെ ആസ്വദിച്ച ശേഷം പതുക്കെ പതുക്കെ താഴോട്ട് ഇറങ്ങാനായിട്ട് തുടങ്ങുന്നു. എനിക്ക് തോന്നിയ ഒരു കാര്യം, മുകളിലേക്ക് കയറുന്നതിനേക്കാൾ ചിലപ്പോൾ താഴേക്ക് ഇറങ്ങുന്നതാണ് കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ള ഒരു കാര്യമെന്ന്. പ്രത്യേകിച്ച് മഴക്കാലത്തോ ഈർപ്പമുള്ള സമയങ്ങളിലൊക്കെ ചില പാറകളും പടികളും ഒക്കെ വഴുക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് പതുക്കെ പതുക്കെ ഇറങ്ങുന്നതാണ് എപ്പോഴും നല്ലത്. ഞങ്ങൾ കാലത്ത് നേരത്തെ പോയതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇറങ്ങുമ്പോൾ ഈ രണ്ട് ഹാൻഡ് റെയിലും ഒരുമിച്ച് പിടിച്ചിറങ്ങാനായിട്ട് സാധിച്ചു. അപ്പോ കൂടുതൽ എളുപ്പമുള്ളതായിട്ട് തോന്നി. ഇറങ്ങുന്ന വഴിയിലും പ്രകൃതി ഭംഗിക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ചുറ്റും പച്ചപ്പും മലനിരകളും വലിയ പാറക്കെട്ടുകളും ഒക്കെ കാണാം. ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കുപ്പി തിരികെ കൊടുത്തപ്പം ആ സ്റ്റിക്കറിനനുസരിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരുന്ന പൈസ തിരികെ ലഭിക്കുകയുണ്ടായി കേട്ടോ. ഇറങ്ങുന്ന വഴികളിൽ കുറെ പേര് റെസ്റ്റ് ചെയ്തിട്ട് ഇരിക്കുന്നതൊക്കെ ആയിട്ട് കാണാം. പിന്നെ ചില സ്ഥലങ്ങളിൽ പാറകൾക്കിടയിലും മുകളിലുമായിട്ട് വളർന്നിരിക്കുന്ന മരങ്ങൾ കാണുമ്പോൾ പ്രകൃതിയുടെ അത്ഭുതം എന്ന് തന്നെ തോന്നിപ്പോവും. തിരിച്ചിറങ്ങുന്ന വഴിയിൽ നിരവധി ചെറിയ കടകളും കച്ചവടക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. മുകളിലേക്ക് കയറുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഗുഹ സന്ദർശിച്ചു കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഇവയൊക്കെ കാണാൻ കൂടുതൽ സൗകര്യം. പക്ഷെ വെള്ളമൊക്കെ വേണമെങ്കിൽ ഇവിടുന്ന് തന്നെ മേടിച്ചു കൊണ്ടുപോകേണ്ടതായിട്ട് വരും. ടിക്കറ്റ് കൗണ്ടർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് മുകളിലോട്ട് നമുക്ക് വെള്ളം കിട്ടാനായിട്ട് ഒരു സാധ്യതയും ഇല്ല. ഗുഹാ സന്ദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് ഇതുപോലുള്ള ഒരു കടയിൽ ഞങ്ങൾ കയറിയുണ്ടായി. അവിടെ നല്ല ടേസ്റ്റുള്ള അരിനെല്ലിക്ക് ഉപ്പിലിട്ട് വെച്ചതുണ്ടായിരുന്നു കേട്ടോ. അത് കഴിച്ചപ്പോൾ നല്ലൊരു ആശ്വാസം തോന്നി. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ വിഷ്വൽ കാണുമ്പോൾ തന്നെ ഇപ്പൊ വായിൽ നിന്ന് വെള്ളം തെളിയുന്നതായിട്ട് തോന്നും. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്ന് പറയണം കേട്ടോ കമന്റ് ബോക്സിൽ. ഒരുപാട് വഴിയോര കച്ചവടക്കാർ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പലതരത്തിലുള്ള കരകൗശല വസ്തുക്കളൊക്കെ ലഭ്യമാണ്. വയനാടിന്റെ തനതായ ഓർമ്മ സമ്മാനങ്ങൾ, കൈകൊണ്ട് നിർമ്മിച്ച അലങ്കാര വസ്തുക്കൾ, മുള ഉപയോഗിച്ചുണ്ടാക്കിയ സാധനങ്ങളൊക്കെ അവിടെ കാണാം. അതുപോലെ വിവിധ തരത്തിലുള്ള ചായപ്പൊടികളും കാപ്പിപ്പൊടികളും ഒക്കെ അവിടെയുണ്ട്. മാത്രമല്ല ഊട്ടിയിലും മറ്റ് ഹിൽ സ്റ്റേഷനിലും ഒക്കെ കാണുന്ന പോലെയുള്ള ചോക്ലേറ്റുകൾ അവിടെ ലഭ്യമായിരുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന പലനിറത്തിലുള്ള ചോക്ലേറ്റുകളും ഡ്രൈ ഫ്രൂട്ട്സുകളും ഒക്കെ അവിടെ കാണാൻ സാധിച്ചു. അങ്ങനെ ഇറങ്ങി വരുന്നതിനിടയിൽ ഞങ്ങൾ ഒരു സ്ഥലത്ത് നിർത്തി മുളയരി പായസവും ഒന്ന് രുചിച്ചു നോക്കി. വയനാട്ടിലെ ചില ഭാഗങ്ങളിൽ ലഭിക്കുന്ന ഈ പായസത്തിന് ഒരു പ്രത്യേക രുചിയുണ്ട്. യാത്രക്കിടയിൽ ഇങ്ങനെയുള്ള പ്രാദേശിക ഭക്ഷണങ്ങൾ പരീക്ഷിക്കുന്നത് എപ്പോഴും ഒരു നല്ല അനുഭവമാണല്ലോ. അങ്ങനെ പതുക്കെ പതുക്കെ താഴോട്ട് ഇറങ്ങി ഒടുവിൽ ഞങ്ങൾ പാർക്കിംഗ് ഏരിയയിലോട്ട് എത്താറായിട്ടുണ്ട്. ഇടയ്ക്കൽ ഗുഹ സന്ദർശനം ശരിക്കും ഒരു മികച്ച അനുഭവമായിരുന്നു. പ്രകൃതിയും ചരിത്രവും സാഹസികതയും ഒക്കെ ഒരുമിച്ച് അനുഭവിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമായിരുന്നു അത്. അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഞങ്ങൾ പോയത് ഫാം ഹൗസിലോട്ടാണ്. കഴിഞ്ഞ ദിവസത്തെ ചിരികളും കളികളും റീൽ ഷൂട്ടിങ്ങും ഒക്കെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഫാം ഹൗസിനോട് വിട പറഞ്ഞു. പിന്നെ ഭക്ഷണത്തിനായിട്ട് ഞങ്ങൾ എത്തിയത് മുട്ടിൽ നോർത്തിന്റെ സമീപമുള്ള കക്കവേൽ ഭാഗത്തെ ന്യൂ ഫോം റെസ്റ്റോറന്റിലാണ്.
മനസ്സും വയറും നിറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം എന്റെ ഒരു വയനാട്ടിലെ ആദിവാസി സംസ്കാരത്തിന്റെ കഥകൾ പറയുന്ന ഒരു പ്രത്യേക സ്ഥലത്തോട്ടായിരുന്നു. ആ വീഡിയോയും അടുത്തതായിട്ട് വരുന്നുണ്ട്. അത് മിസ്സാകാതെ കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.